കൊടും തണുപ്പിലും പേമാരിയിലും അണയാതെ 4000 വർഷങ്ങളായി ആളിക്കത്തുന്ന അസർബൈജാനിലെ യാനാർഡാക് പർവ്വതത്തിന്റെ താഴ്വാരമാണിത്. യൂറോപ്പിലും വടക്ക് കിഴക്കൻ ഏഷ്യയിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഒരു രാജ്യമാണ് അസർബൈജാൻ. കേരളത്തിൽ നിന്ന് 7 മണിക്കൂറോളം വിമാനയാത്ര ചെയ്ത് അസർബൈജാന്റെ തലസ്ഥാനമായ ബാക്കുവിലെ ഹൈദരലിയേവ് എയർപോർട്ടിലെത്താം. 7 ദിവസത്തെ യാത്രയിൽ ഒന്നാം ദിവസമാണ് ഇത്. നിരന്തരം തീ കത്തുന്ന ഈ പർവ്വതത്തിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അസർബൈജാൻ പൊതുവെ അഗ്നിയുടെ നാട് എന്നാണ് അറിയപ്പെടുന്നത്. ഭൂമിക്കടിയിൽ ധാരാളം പ്രകൃതിവാതക നിക്ഷേപങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ അറിയപ്പെടുന്നത്. 4000 വർഷമായി ഇവിടെ അണയാതെ തീ കത്തുന്നു എന്ന് കേൾക്കുമ്പോൾ നാം ആശ്ചര്യപ്പെട്ടു പോകും. പക്ഷെ അത് സത്യമാണ്. 13-ാം നൂറ്റാണ്ടിലെ ലോകസഞ്ചാരിയായിരുന്ന മാർക്കോപോളോയുടെ യാത്രാ വിവരണത്തിൽ ഈ കത്തുന്ന മലയെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. 4000 വർഷം കത്തിക്കൊണ്ടിരുന്നാൽ ഇത്ര കുറഞ്ഞ അളവിലെ മലയുടെ നിറം കരിപിടിക്കുകയുള്ളോ എന്നൊക്കെ ആർക്കും സംശയം തോന്നിയേക്കാം. അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നപ്പോഴാണ് പല ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റുകളും അറിയാൻ കഴിഞ്ഞത്. ഈ മലയുടെ പല ഭാഗങ്ങളിലായി കാലവും കാലാവസ്ഥയും മാറുന്നതിനനുസരിച്ച് തീ കത്തുന്നു. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഈ ഭാഗത്താണ് ഇവിടെ തീ കത്തുന്നതെന്ന് മാത്രം. ഈ തീജ്വാലയുടെ പിറകിലെ രഹസ്യം മീഥേൻ വാതകമാണ്. ഭൂമിക്കടിയിൽ തിങ്ങി നിറഞ്ഞ വാതകം പ്രഷർ കാരണം തനിയെ പുറത്തേക്ക് വരുന്നതാണ്. ഈ പ്രദേശം ആകെ മഞ്ഞ് മൂടുമ്പോഴും ഈ തീജ്വാലകൾ അണയാറില്ല. 3 മീറ്ററോളം ഉയരത്തിലാണ് ഏകദേശം ഈ തീജ്വാലകൾ കത്തുന്നത്. ആളുകൾ ധാരാളമായി ഈ തീജ്വാലയിലേക്ക് നാണയത്തൊട്ടുകൾ സമർപ്പിക്കാറുണ്ട്. അത് ഇവിടുത്തുകാരുടെ ഒരു വിശ്വാസമാണ്. കൊടും തണുപ്പിൽ ഈ തീജ്വാലകളുടെ അടുത്ത് നിന്നപ്പോൾ ഒരു തീ കായുന്ന സുഖം തന്നെയായിരുന്നു. യാത്രയിൽ ഉടനീളം ധാരാളം പെട്രോളിയം പ്ലാന്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ പ്രകൃതിയിലെ ഒരു അത്യപൂർവ പ്രതിഭാസം കണ്ടതിന്റെ ചാരിതാർത്ഥ്യത്തിൽ അസർബൈജാന്റെ മറ്റ് യാത്രകളിലേക്ക് ഞങ്ങൾ കടന്നു. മഡ് വോൾക്കാനോയാണ് അടുത്ത സ്ഥലം. അഗ്നിപർവ്വതം പോലെ ചെളി പുറത്തേക്ക് തെറിക്കുന്ന കാഴ്ച, അസ്ഥി വരെ മരവിപ്പിക്കുന്ന തണുപ്പും കൊടും കാറ്റുമാണിവിടെ. ആ കാഴ്ചകളിലേക്ക് ഉടൻ തന്നെ നമുക്ക് കടക്കാം. അതുവരെ എല്ലാവർക്കും ബൈ. ദിസ് ഇസ് അപർണ കൃഷ്ണനുണി. താങ്ക് യു.